ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. കേൾക്കാവോ? ഓഡിബിൾ ആണ്, സംസാരിച്ചോട്ടെ. എൻ്റെ പേര് സമീറ ഖാദർ, കാസർഗോഡ് നെല്ലിക്കട്ട. ഈ ബയോട്ടോറിയം എന്ന ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കയറി വരാൻ കാരണം എൻ്റെ ഗ്രേറ്റ് ലീഡറായ കാസർഗോഡിൻ്റെ മഹാവ്യക്തി ഷെരീഫ് സാറാണ്. എൻ്റെ ബ്രദറും കൂടിയാണ് അവന് കുറെ നാളായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാനത് വലിയ മുഖവിലക്ക് എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം ഏതോ ഒരു റിസൾട്ട് കാരണം അതിനെ മുഖവിലെടുത്ത് ആ ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ തയ്യാറായി. അതെൻ്റെ ഉമ്മക്ക് ഞാനത് പ്രസന്റ് ചെയ്തു. ഉമ്മക്ക് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഉമ്മക്ക് കാലുവലി ഉണ്ടായിരുന്നു. ആ കാലുവലി എന്ന് പറഞ്ഞാല് രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സാധാരണ മരുന്നൊന്നും കഴിക്കാത്ത ഒരാളായിരുന്നു ഉമ്മ. അപ്പോൾ ഉമ്മക്ക് ഇത് കൊടുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഉമ്മ എന്ന് പറഞ്ഞാല് രാത്രി 2 പുതപ്പിട്ടാലോ ഫാനിന്റെ കാറ്റ് കൊണ്ടാലോ ഈ ഒരു വെരിക്കോസ് അങ്ങനെയുള്ളൊരു കാലുവലി ഭയങ്കരത്തില് നല്ല വേദനിച്ചിട്ട് രാത്രിയൊക്കെ എണീച്ചിരുന്ന് കരയുന്നതൊക്കെ ഞാൻ കാണലുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തതിന് ശേഷം അൽഹംദുലില്ലാ ആ ഒരു കാലുവേദന മാറിയിട്ടുണ്ട്. ഇതില് ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് ഇവരെ മുന്നിൽ പറയാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഉമ്മ എന്ന് പറഞ്ഞാല് നമുക്ക് ഏത് സമയത്തും നമ്മളേത് നട്ടപ്പാതിരാക്കും നമ്മളെ ഒരു സഹായ വ്യക്തിയായിട്ടാണ്. അവരെ വേദന ഒന്നും അവര് അറിയിക്കലില്ല. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റിയത് അതേ പറയാം. ആ ഒരു ഇതിന്ന് ഞാൻ തുടങ്ങി. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് എടുത്ത്. കേൾക്കാവോ എല്ലാവർക്കും? നല്ല പോലെ എനിക്ക് ക്ലാസ് തന്നു. അതിനെ വെച്ച് സജ്ജന മാഡം, യൂസുഫ് സാറ്, അതുപോലെ സംന മാഡം, സെബസ്റ്റ്യൻ സാറ്, ഇവരൊക്കെ ക്ലാസ് കിട്ടിയപ്പോ പിന്നെ ഇത് ഒരു നല്ലൊരു ഇതിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്ന് എനിക്ക് തോന്നി. അതേപോലെ തന്നെ ഞാനൊരു ഈ പ്രൊഡക്റ്റ് എടുക്കാൻ കാരണം ഒരു അർണിയുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു 15 ദിവസം കഴിയുമ്പോൾ ബെഡിൽ നിന്ന് എണീച്ചിരിക്കാൻ പറ്റാത്തൊരു എണീച്ചിട്ട് തറയിൽ കാല് കുത്താൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഉമ്മാനെല്ലാം കിട്ടുന്ന ഒരു മാസം നമുക്ക് ഉമ്മമാരെല്ലാം നമുക്കൊരു സഹായത്തിന് കിട്ടും. പിന്നെ അവരതായിട്ട് കൂടുതലുള്ളത്. അപ്പൊ ഞാൻ എണീക്കാതിരുന്നാല് ഇവര് നല്ല വിഷമത്തിലായി പോകും, ആരും നോക്കാനുണ്ടാവില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നത്. ബെഡിൽ നിന്ന് കാല് കുത്താൻ പറ്റുന്നില്ല, തറയിൽ കുത്തിയാല് വേദനിക്കുന്നത്. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു ബെഡിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ളൊരു വിഷമം എന്ന് പറഞ്ഞാല് എന്നെ പൊന്തിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭാരം പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 2 പ്രസവമാണെങ്കിലും ഓപ്പറേഷൻ ആയിരുന്നു. അപ്പൊ ആ ഓപ്പറേഷനത്തിൽ പോലും എനിക്കൊരു ബുദ്ധിമുട്ട് ആ ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ അർണിയുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയത്. അതുവരെ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു മൈഗ്രെയിന്റെ തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോ ഷെരീഫ് സാറ് പറയുമ്പോ ഞാൻ അത്ര ഒരു ഇത് എടുക്കാത്തത് എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്തെല്ലോ ഒരു മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ വരുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ്. സാധാരണ ഞാൻ സ്റ്റിച്ചിങ്ങും സെയിലുമായിട്ട് എന്തായാലും നല്ല രീതിയിൽ ഞാൻ പോയിക്കൊണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് ഇതിലോട്ടൊന്ന് കയറിയാൽ നമുക്കത് ഇതിലേക്ക് എത്തൂല എന്നുള്ളൊരു തോന്നൽ. പിന്നെ ഞാൻ ഏതൊരു കാര്യമാണെങ്കിലും ഫസ്റ്റ് ആ ഒരു ഇതെടുത്തിട്ട് അതിനെ പഠിക്കും. ഞാൻ ഇപ്പൊ ഒരു സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലോത്ത് എടുത്തിട്ട് അത് അലക്കിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് നോക്കും. അതുപോലെ ഞാൻ ഈ ബയോട്ടോറിയത്തിനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. പഠിച്ചു കഴിഞ്ഞ പിന്നെ എനിക്കത് മനസ്സിലായി ഇതൊരു നല്ലൊരു ഇതാണ്. പിന്നെ ഉമ്മാന്റെ റിസൾട്ടും കാര്യങ്ങളും അറിഞ്ഞപ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു ആത്മാർത്ഥത തോന്നി. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഹർണിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞെന്നുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചു, ഒരു ജീവിതത്തിൽ ഒരു ശരിക്ക് നിവർന്നു നിന്നില്ല, നമുക്കൊരു എൻ്റെ ഇടം കിട്ടിയിട്ട് ഇല്ലാത്ത ഇരിക്കുകയാണെങ്കിൽ നമ്മളെ മക്കൾ ആരും നോക്കാൻ വരില്ല. അപ്പൊ ആയിരിക്കും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എടുത്ത് ഉപയോഗിച്ചിട്ട് എനിക്ക് ആ ഒരു പ്രശ്നം മാറി, കാല് കുത്താൻ പറ്റി. എനിക്ക്
പിന്നെ ഓവർ ഒരു തടി ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. പിന്നെ ഒരു പൾസിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതും മാറി. പിന്നെ മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു, അതും മാറി കിട്ടി. പിന്നെ പിന്നെന്ന് പറഞ്ഞാല് നമുക്ക് നടക്കുമ്പോ കിതച്ചോണ്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു കിതപ്പ് നമുക്ക് പോയി കിട്ടി. അത് നമുക്ക് തടി ഒരു ഓവറായപ്പോയിട്ട് നമുക്കറിയാലോ, നമ്മളൊരു തടി ഭാരം പോലെയുള്ളത്, അതും മാറി കിട്ടി. പിന്നെ ഞാനത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഇതിൽ പോയാൽ എന്ത് സംഭവിക്കുന്നിട്ട് ഓരോ ആൾക്കാരോട് നമ്മളെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം പിന്നെ പറയാൻ തുടങ്ങി, ഓരോരുത്തരായി നമ്മളോട് എടുക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് ക്ലാസ് തരാനായിട്ട് പിന്നെ സജ്ജന മേഡം, യൂസുഫ് സാറ്, അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ട് അവരൊക്കെ പറയുന്നതൊക്കെ നമുക്ക് അത്രക്ക് വലിയ തലക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇതില് പോയാൽ എന്താവും ഏതാന്നുള്ള നമുക്കൊരു എയിം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആണെങ്കിൽ 2-3 ക്ലാസ് കേട്ട് സംന മേഡം കാസർഗോഡ് എത്തി, പിന്നെ സെബാസ്റ്റ്യൻ സാറ് കാസർഗോഡിലേക്ക് വന്ന്. അപ്പൊ അതെല്ലാം അവരൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതില് ഒരു നല്ലൊരു മുമ്പിലോട്ട് കൊണ്ടുപോയാൽ ഹെൽത്ത് ഉണ്ട് വെൽത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ അത് എല്ലാവരിലേക്കും ഞാൻ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ ഞാൻ കൊടുത്ത ആൾക്കാർക്കാണെങ്കിലും നല്ല റിസൾട്ടാണ്. 6 ദിവസത്തിൽ റിസൾട്ട് കിട്ടിയവരുണ്ട്. ഒരു ഗഫൂർ സാറുണ്ട്, ഇപ്പൊ ഇതിൽ കയറിയിട്ടുണ്ടാവും. ആ ഗഫൂർ സാറിന് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു നെല്ലിക്കട്ട് ഒരു പ്രോഗ്രാമിലേക്ക് അവരെ ക്ഷണിച്ച്, അവരെ വൈഫിനും. അപ്പൊ അവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു, കൈവേദന എടുത്തിട്ട്. ആ ഒരു ഇത് ഒരു 6 ദിവസം കൊണ്ട് മാറി കിട്ടിയിട്ട് അവര് വേറെ ആൾക്കാരിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തു. അങ്ങനെ കുറെ ആൾക്കാരിലേക്ക് ഇത് ഈ പ്രൊഡക്റ്റ് ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സെയില് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തില് റിസൾട്ട് എന്ന് പറഞ്ഞാല് റിസൾട്ട് നമുക്ക് സ്വന്തം അനുഭവത്തിൽ വരുന്ന റിസൾട്ട് നമുക്ക് പച്ചക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാല് കള്ളത്തരം പറയുന്നൊന്നുമല്ല, നമുക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ്. അപ്പൊ അതിലെന്തും ഞാൻ ചേർക്കേണ്ടതില്ല. അപ്പൊ ഞാനെന്ന് പറഞ്ഞാല് എന്തിനും എന്ത് തല പോകുന്ന കാര്യമാണെങ്കിലും സത്യസന്ധമായി കൊണ്ടുപോകുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ഇതുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഞാനിത് 4 ആളിലോട്ട് പറഞ്ഞിട്ടാകുമ്പോ അവർക്ക് എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ എന്ത് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കുന്നതാണ്. അതാണ് എനിക്ക് കിട്ടിയ നല്ലൊരു എൻ്റെ ഒരു ഇത്. എനിക്ക് ഞാൻ പറഞ്ഞതൊക്കെ ആൾക്കാർ പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറയും, ഇത് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ടതൊന്നും വേണ്ട, നിങ്ങൾ ഇത് എടുക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച കാലം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ പ്രൊഡക്റ്റ് എടുത്താൽ മതി, അല്ലാതെ ഞാൻ അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സെയില് വരുന്നുണ്ടായിരുന്നു. പക്ഷെ മുമ്പാണെങ്കിൽ നമുക്ക് ടീം ചെയ്യണം, ടീം ആക്കണം എന്നുള്ളൊരു അറിവ് സജിന മേഡം, യൂസുഫ് സാറൊക്കെ പറയുന്നുണ്ട് ടീം ചെയ്യണമെന്ന്. പക്ഷെ നമുക്ക് ടീമിലേക്ക് എത്താനുള്ള ആ ഒരു ഇത് നമുക്ക് മുന്നേ കിട്ടിയിരുന്നില്ല. ഇപ്പൊ 2-3 ഹോം മീറ്റിംഗ് ഞാൻ വെച്ച് നടത്തി. അൽഹംദുലില്ലാ നല്ല പോലെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. 2 ഹോം മീറ്റിംഗ് നടത്തിയതിലും ആൾക്കാർക്ക് മനസ്സിലായി ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കി. അവര് ആ പ്രൊഡക്റ്റ് 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയും ചെയ്ത് കൊണ്ടുപോയി റിസൾട്ടും നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതൊരു സെയിൽ വരുന്നില്ല എല്ലാവരും പറയുന്നുണ്ട്. മുമ്പാണെങ്കിൽ ഞാൻ ഇതിനെ വലിയൊരു ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ആണെങ്കിൽ ഇപ്പൊ ഈ ഒരു റിസൾട്ടും ഇതും അറിയുമ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വിളിക്കാൻ തുടങ്ങി. വിളിച്ചിട്ട് ഒരു ദിവസത്തില് എത്രയോ കോള് വരുന്നുണ്ട് ഇതിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനൊരു ബ്രോഡ്കാസ്റ്റ് ആക്കി അതിലേക്ക്. മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല. മുമ്പൊന്നും ഞാൻ അത്ര വലിയ ഇതില് ഇട്ട് കൊടുത്തിട്ടാകുമ്പോ അത് എന്താണെന്ന് ചോദിക്കും. അല്ലാതെ സ്റ്റാറ്റസ് വഴിയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വെക്കുമ്പോ അവർക്ക് അത് നോക്കണമെന്നില്ല. ബ്രോഡ്കാസ്റ്റിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഒരു റിസൾട്ട്, നല്ലൊരു റിസൾട്ട്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. വന്നിട്ട് ഹലോ, കേക്കാവോ? മോന് മദ്രസയിൽ പോവാൻ ഒരുങ്ങുന്നുണ്ടായിരുന്നു, അത് എന്തോന്ന് ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടിയ ഒരു റിസൾട്ടിന് നേരെ കറക്റ്റ് പറയുകയാണെങ്കിൽ സെയില് വരും എന്നുള്ളത് ഉറപ്പായി. ഇപ്പോ ഈ കുറച്ച് നാളിപ്പുറം നമുക്ക് സെബാസ്റ്റ്യൻ സാർ വന്ന്, സംന മേഡം ഒരു മീറ്റിംഗ് എടുത്ത് അതിന്റെ ശേഷം ബബിത മേഡം വന്ന്
മസ്റ്റായിട്ടും ഭവിത മേഡം വന്നതിന് ശേഷമാണ് നമുക്ക് ഇതിന്റെ ഒരു റൂട്ട് മാപ്പ് ശരിക്കും ക്ലിയർ ആയത്. കാരണം എന്തായാലും അവര് മനസ്സ് തട്ടിയിട്ട് അവരൊരു ജീവിത കഥയാണ് നമുക്ക് ആ ഒരു ഹോം മീറ്റിംഗിൽ നമുക്ക് സെറ്റാക്കി തന്നത്. ഇരുന്ന് ഒരു റൗണ്ട് വെച്ച്, അല്ലെങ്കിൽ നമ്മൾ ഭവിത മേഡത്തിന്റെ ഒരു റോൾ മോഡലായിരുന്നു. ആ ഭവിത മേഡം പറഞ്ഞത് ഞാൻ നല്ല ഇതിലോട്ട് നല്ല പോലെ മസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വേദി കിട്ടുന്നതിൻ്റെത് വല്ലാത്തൊരു അനുഭൂതിയാണ്. കാരണം എന്തില്ലെങ്കിൽ എത്രയോ ആൾക്കാർ എവിടെയോ സ്ഥലത്തുള്ള ആൾക്കാരായിട്ട് നമുക്ക് കണക്ട് ആയി, നല്ലൊരു ബന്ധമായി. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവരെടുത്തിട്ട് അത് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ സെയിൽ വരുന്നുണ്ട്. ഇന്നും ഞാൻ വർക്ക് എടുത്തിട്ടുണ്ട്, മിഞ്ഞാന്ന് വർക്ക് എടുത്തിട്ടുണ്ട്, വർക്ക് കയ്യിലുണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് എന്റെ മനസ്സിൽ തട്ടിയിട്ട് തന്നെ ഞാനിപ്പോ ആത്മാർത്ഥമായി നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെന്താന്ന് വെച്ചാല് ചില ആൾക്കാർ സെയിൽ വരുന്നില്ല എന്ന് പറയും. കാരണം എന്താ, അവര് ഉപയോഗിച്ച രീതി നമ്മളെ ഒരു ഇത് എല്ലാരും പറയും ഒരു 100 ഇത് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 100 പേര് ഒരു ഒരു നാട്ടിൽ 100 പേരാണെന്ന് വിചാരിച്ചു. അതിൽ ഒരു 90 പേരും എടുത്തു കഴിഞ്ഞാല് 10 പേരെ നമുക്ക് വിളിക്കേണ്ട ആവശ്യമില്ല, അവര് വന്നോളും. ആ ഒരു രീതിക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് പോകുന്നുള്ളത്. അപ്പൊ അങ്ങനെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഈ സെയിൽ എടുക്കാനെല്ലാം ഞാൻ പഠിച്ച് ഒരു വർഷമായി ഞാൻ ഇതിൽ വന്നിട്ട്. എന്നാലും കഴിഞ്ഞ 2 ദിവസത്തിൽ ഇപ്പൊ ഞാൻ ഡെമോ ശരിക്ക് കൊടുക്കാൻ പഠിച്ചു. കാരണം എന്താ, അതിനെല്ലാരും കൊടുക്കുമ്പോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം ഞമ്മക്കത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കേറി സമയത്തല്ലായിരിക്കും നമുക്ക് ഏതെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും അവിടെ. പക്ഷെ ഞാൻ ഇതിനെ എല്ലായിടത്തും ചെയ്യുന്നതൊക്കെ നോക്കി നിന്ന് ഈ ഒരു ഡെമോ കൊടുക്കാൻ തന്നെ ഞാൻ 1 വർഷം പഠിച്ചിരുന്നു പറയുമ്പോഴേക്ക് അവര് എന്താ പറയണ്ടേ, ഡെമോ കൊടുക്കുന്നത് ഒരു ആത്മാർത്ഥമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിക്കും. എനിക്കിപ്പോ ഇതില് കിട്ടിയ ഒരു ഇതെന്ന് പറഞ്ഞാല് എനിക്കൊന്ന് മക്കളെ നോക്കാനുള്ള ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ ആ ഒരു എന്താ പറയണ്ടേ, ചെറിയ മക്കളാണ്. മക്കളെ നമ്മൊരു ശരിക്ക് ഉണർന്നില്ലെങ്കിൽ അവരൊക്കെ ആരും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് നെഞ്ചോട് എടുത്ത് എടുത്തുകൊണ്ട് ഇതില് വന്നത്. ഞാൻ എല്ലാരോടും പറയും, ആരെങ്കിലും ഒരാള് വന്നാല് അവരോട് പറയുമ്പോ ഞാൻ പറയും, എന്റെ വീട്ടില് ഞാന് സിംഗിൾ ഇതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ബെഡാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ 18,000 സംതിങ്ങിലല്ല അന്ന് വന്നിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ 16,500 വന്നത്. ആ ഒരു പ്രൊഡക്റ്റ് എന്റെ വീട്ടില് ഞാനിപ്പോ ഇട്ടിട്ടുണ്ട്, സുരക്ഷിതമാണ്. അപ്പൊ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് ഞാൻ സെയിലാക്കുന്നെങ്കിൽ എനിക്ക് കമ്പനി കമ്മീഷൻ തരും. പക്ഷെ എന്റെ വീട്ടിലേക്ക് എന്തിനാണ് ഇട്ടത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കല്. അപ്പൊ അവിടെ സ്റ്റക്കാവും. കാരണം എന്താ, എന്റെ വീട്ടിലേക്ക് ഈ ഒരു വലിയൊരു ഡബിൾ ബെഡ് ഇട്ടിട്ട് ഉണ്ടത് അതിലേക്ക് ഈ ഒരു ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിതശൈലി രോഗങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ആക്കുന്നത്. ഇങ്ങനെയെല്ലാം ഉള്ള രീതിക്ക് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ നമുക്കുള്ളൊരു കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു തോന്നലുണ്ടായാല് എല്ലാവർക്കും ഇപ്പൊ ഒരു പുച്ഛം തോന്നുന്നു. കാരണം ഒരു കാശിന് വേണ്ടിയിട്ടാണ് അവർ ഇത് ഇറക്കിയിട്ടുള്ളത്, അങ്ങനെയാണെന്നുള്ളത്. കാശ് ഉണ്ടാക്കാത്ത ഒരു ജോലിയും ഇല്ല. ഒരു ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്നത് എങ്ങനെയാണ്, അവര് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. എങ്ങനെ അവര് നമ്മളെ വേണ്ടി അതുപോലെ തന്നെയാണെന്നുള്ള ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക എല്ലാരും. ഇപ്പൊ ഇതിലുള്ള എല്ലാരും എന്നെക്കാളും മുൻപന്തിയിലുണ്ടവരും കഴിവുള്ളവരായിരിക്കും. പക്ഷെ എങ്കിലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വെളിപ്പെടുത്താനും അതിന്റെ മാത്രം പറയാനാണ്. ഇപ്പൊ എനിക്കൊരു കഴിവുള്ളത് കൊണ്ട് അംഗീകരിച്ചത് കൊണ്ടല്ല സംന മേഡം ഇന്നലെ രാത്രി വിളിച്ചിട്ട് മോളെ ഒന്ന് ഇതില് സംസാരിക്കാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏറ്റു പറഞ്ഞു. പക്ഷെ ഇന്നലെ എനിക്ക് ഒരു തരത്തിലും നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. എന്റെ ചാർജർ കാണുന്നുണ്ടായിരുന്നില്ല. 12 മണി വരെ ചാർജർ ഞാൻ പരുതി അതിനെ തപ്പിപ്പൊടിച്ചെടുത്ത് ചാർജാക്കി. ചാർജ് ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയെല്ലാം ആൾക്കാരെ മുമ്പിൽ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മ എന്തിനും ഒരു ആത്മാർത്ഥമായി കൊണ്ടുപോവാണെങ്കിൽ നമ്മ വിജയത്തിലേക്ക് എത്തുന്ന
നിയമം ഒരു ആത്മാർത്ഥമായിട്ട് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ അത് എത്തേണ്ട അടുത്തേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ ഇന്ന് ആ ഒരു ചാർജറിന്റെ ഒരു പേരിൽ ഞാൻ ഇതിൽ നിന്ന് മാറി നിന്നാൽ എന്താ നിങ്ങൾ വിചാരിക്കുക? ഇതിലേക്ക് ഞാൻ മേഡം തെരഞ്ഞെടുത്തിട്ട് ഈ ഒരു വേദിക്ക് തന്നെ രാവിലെ 6 മണിക്ക് എത്തിച്ചത്. അപ്പോൾ ഇതിലിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് ആത്മാർത്ഥമായി പറയാനുള്ളത്, ഈ ഒരു പ്രൊഡക്റ്റ് നെഞ്ചോട് എല്ലാവരും ചേർത്ത് പിടിച്ച് നല്ല പോലെ കൊണ്ടുപോവാ. നല്ല പോലെ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് പരമായിട്ട് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഹെൽത്ത് പരമായിട്ട് അങ്ങനെയും കൊണ്ടുപോവാ. അപ്പൊ എല്ലാവരും നല്ല കഴിവ് അനുസരിച്ചിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരായത് കൊണ്ടാണ് ഇതിലിരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അല്ലാതെ കൂടുതൽ നമ്മൾ പറയേണ്ട ഇതൊന്നും ഇതിലില്ല. കാരണം എല്ലാവരും നല്ലൊരു ലീഡർഷിപ്പിലേക്ക് എത്തിയ ഒരാളാണ് ഇപ്പോൾ ഈ 6 മണിയിലുള്ള ഇതിൽ ഇരിക്കുന്നുള്ളത്. എന്താണെങ്കിലും ഇതൊരു നെഞ്ചോട് ചേർത്ത് പിടിക്കുക എല്ലാവരും. നല്ല പോലെ റിസൾട്ട് ഉണ്ട്. ഞാനൊരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലിറങ്ങിയല്ല. എനിക്ക് നമ്മൾ ചെയ്തത് നല്ലതാണെന്നുള്ള സമൂഹത്തിലേക്ക് കുറച്ചു കൊടുക്കണം. പൈസ വേണ്ടെന്നല്ല, ഹെൽത്ത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പൈസ ഉണ്ട്. എത്ര ഹെൽത്ത് ഉണ്ടായാലും നമുക്ക് വെൽത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മളെ ഹെൽത്താണ് ഫസ്റ്റ് ആദ്യം സുരക്ഷിതമാക്കേണ്ടത്. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ കണ്ടത്. പക്ഷെ ഇപ്പൊ കുറച്ച് നമുക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് ടീം ഉണ്ടാക്കേണ്ടത്. എങ്ങനെ ഫസ്റ്റ് ആണെങ്കിൽ നമുക്ക് അത്ര അറിവില്ലായിരുന്നു. ഏതൊരു ഇതിനും നമുക്ക് കയറുമ്പോൾ ഒരു അറിവ് കിട്ടൂല. ഞാൻ ഇപ്പൊ എവിടെ പോയാലും എൻ്റെ ഹസ്ബൻഡ് തന്നെ പറയുമല്ലോ, നിങ്ങളും ഷെരീഫ് സാറും ഇപ്പൊ കല്യാണത്തിനൊന്നുമല്ല പോകുന്നത്, നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ ഇതാക്കാനാണ് പോകുന്നത് പല സമയത്ത് ഞങ്ങളോട് പറയലുണ്ട്. ഞാൻ പറഞ്ഞാല് എവിടെ പുറത്തിറങ്ങിയാലും ഈ ഒരു സംസാരമാണ്, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയലാണ്. അപ്പോൾ എന്തായാലും ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ കാസർഗോഡുള്ള കുറച്ച് ടീമുണ്ട്, എല്ലാവരും ഞാൻ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോവാണ്. കൂടുതൽ പറയുകയാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ എത്തിച്ചത് ഷെരീഫ് സാറാണ്. ഷെരീഫ് സാറിന്റെ കഴിവാണ്. കാസർഗോഡിലെ എൻ്റെ ബ്രദറാണ്, മൂത്തന്നവാനാണ്. അവന് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എന്തായാലും ഇത്രയുള്ള ആൾക്കാരുടെ മുമ്പിൽ എനിക്കൊരു സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കാനൊരു അവസരം എത്തിച്ചത് ഷെരീഫ് സാറാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇതിലേക്ക് വന്ന് സംസാരിക്കാനും ഇതെല്ലാം പഠിപ്പിച്ചു തന്ന സംന മാഡം, യൂസുഫ് സാറ്, നല്ല പോലെ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയത്. ഈ പ്രോഡക്റ്റ് നല്ല പോലെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കൊടുത്തവരെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. മുമ്പാണെങ്കിൽ അത്ര വലിയ ഇതുണ്ടായിരുന്നില്ല. ഇന്നലെ നമ്മളെ വീട്ടിൽ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഞാൻ ഫസ്റ്റ് ഇതെടുത്തപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഞാൻ കുറെ നാളായിട്ട് കണക്ട് ഇല്ലായിരുന്നു. അപ്പൊ അവർ ഇന്നലെ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഈ ഒരു പ്രൊഡക്റ്റ് അവർ യൂസ് ആക്കുന്ന കാണുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ സെയിൽ ചെയ്യണ്ട, നിങ്ങൾ അത് യൂസ് ചെയ്യണം, എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവർക്ക് അന്ന് കൊടുക്കുന്ന സമയത്ത് ഡെമോ ഒന്നും അറിയില്ലായിരുന്നു. ഇന്നലെ വന്നപ്പോൾ ശരിക്കും ഞാൻ ആ വെള്ളം എടുത്ത് കയ്യിലാക്കി കയ്യിലിട്ട് ഡെമോ കാണിച്ച് 3 പ്രാവശ്യം വെള്ളം കയ്യിലിടാത്ത ഞാൻ ഡെമോ കാണിച്ച്. ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, എന്തെങ്കിലും ഡെമോ കാണിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫയലായി പോകും, അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആ പേടി ഇപ്പൊ പോയി. ധൈര്യത്തിൽ എല്ലാവർക്കും കൊടുക്കാം. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സാണ് വന്നത്. അപ്പോൾ ഒരു 8 മാസമായിട്ടുണ്ടാവും ആ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട്. ഇവര് കൊണ്ടുപോയി മൂലക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരോട് ഞാൻ പറഞ്ഞ് കയ്യിൽ വെള്ളാക്ക്, ഞാൻ ഒന്ന് ഡെമോ കാണിച്ചു തരുന്നുണ്ട്. ഡെമോ കാണിച്ച് അവര് അന്തം വിട്ട് കുന്തം പോലെ അവിടെ നിന്ന്. കാരണം അതിൽ പറയുന്ന പോലെ തന്നെയാണ് നടന്നത്. അപ്പൊ അതുപോലെ തന്നെ കൈമ കെട്ടിയിട്ട് ഞാൻ അവർക്ക് ഡെമോ കാണിച്ചു കൊടുത്ത്. അപ്പൊ അവര് കെട്ടാതെ ഡെമോ കാണിച്ചപ്പോ അവര് മറിഞ്ഞു വീണ്. കെട്ടിയിട്ട് ഡെമോ കാണിച്ചപ്പോ അവര് പറയുന്നത് എൻ്റെ ബാക്ക് പെയിന് വരെ ഞാൻ ബലം പിടിക്കുമ്പോണ്ടായിരുന്നു, അതില്ല എന്നുള്ളത്. അതേ സുഹൃത്ത് ഇന്നലെ രണ്ടാമത് വന്ന് ഈ കുപ്പിയും വെള്ളം ചുറ്റിയിട്ട് കയ്യിലൊക്കെ കെട്ടിയിട്ട് വന്ന്. അപ്പൊ ഞമ്മ പറയുന്ന പോലെ പറഞ്ഞാൽ അവർ സ്വീകരിക്കും, അതിനൊരു റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഡെമോ എല്ലാവരും കാണിക്കുക. ഡെമോ കാണിക്കാൻ ഒരു മടിയും കാണിക്കണ്ട. ഞാനും മടി കാണിച്ച് ബാക്കിലോട്ട് നിന്ന ഒരാളാണ്. അപ്പോൾ ഡെമോ കാണിച്ചാൽ അത് സക്സസ് ആവും എന്നുള്ളത് ഉറപ്പ് കിട്ടി എനിക്ക്. പിന്നെന്ത് പറയാ, ഇത് തന്നെ നമ്മളെ റിസൾട്ടും കാര്യങ്ങളും തന്നെ പറയാം. പിന്നെ ഞാൻ പല സ്ഥലങ്ങളിലേക്കും പോയാൽ നമ്പർ അവരെ കൊണ്ട് സേവ് ചെയ്യിപ്പിക്കും. ഈ കാര്യം അങ്ങനെ പറയാനൊന്നും നിൽക്കൂല. കാരണം ഒറ്റയ്ക്ക് പറഞ്ഞാലത് ഈ പറയുമ്പോ അവർക്ക് എന്ത് പറയും,
ഇതിനെ പറ്റി പറയുമ്പോ അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയല്ല, കുറെ കമ്പനി അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ എവിടെ പോയാലും ഞാൻ ആദ്യം നമ്പർ വാങ്ങിക്കും. നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ സേവ് ചെയ്യിക്കും. അപ്പൊ അതേ സ്പോട്ടിന് അവരും സേവ് ചെയ്യിപ്പിക്കും. അപ്പൊ അവർ ഏതെങ്കിലും എൻ്റെ ഒരു റിസൾട്ട് ഏതെങ്കിലും കാണുമ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് ഞാനൊന്നും വിറ്റിട്ടില്ല ഇതുവരെക്കും. ഇന്നാന്ന് പറഞ്ഞിട്ട് അടിച്ചേൽപ്പിച്ചിട്ടില്ല. എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു തന്നെയാണ്. എല്ലാവർക്കും ഞാൻ ഈ കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ എന്ത് പറയേണ്ടത്, എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇതൊരു നന്നായിട്ട് നമ്മൾ കണക്ട് ആവണം എന്നുള്ളത് എൻ്റെ കുഞ്ഞിക്ക് ഒരു 1.5 വയസ്സ്, എൻ്റെ മൂത്ത കുട്ടി 9 വയസ്സുള്ള കുഞ്ഞ് നടക്കില്ലായിരുന്നു. അത് എന്താന്ന് പറഞ്ഞാല് അവന് 1,600 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവനമ്മ നോക്കിയിട്ട് 1.5 വയസ്സ് വരെ നടക്കുന്നത് നമുക്ക് നല്ല പ്രയാസമായി. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് എന്താക്കും, രാവിലെ പണിക്ക് പോണെങ്കിൽ ഇവനെ അരമണിക്കൂർ മണ്ണിൽ നടത്തിച്ചിട്ടാണ് പോയത്. അപ്പൊ അതുകൊണ്ട് ഹസ്ബൻഡിന് നല്ല പോലെ അറിയാം ഇത് മാഗ്നറ്റ് ആണ്, മണ്ണിന്റെ ഒരു ഇതാണ്. ആ നടത്തിച്ചതിന് ശേഷമാണ് അവൻ നടക്കുന്നത്. കുറെ തൈലം അത് ഇതൊക്കെ തടവി കൊടുത്ത്. അപ്പൊ അതും ഈ നമ്മളെ മാഗ്നറ്റുമായിട്ട് നല്ല കണക്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം തൊട്ടേ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എന്തായെങ്കിലും ഹസ്ബൻഡ് നല്ല നമ്മളോട് എന്ത് പറയണ്ട, ഇതിനെ പറ്റിയിട്ട് നല്ലൊരു നമ്മൾക്ക് സപ്പോർട്ട് നിന്നിരുന്നു. ഇന്നും അതുപോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലിട്ട് ഇറങ്ങിയിട്ടില്ല. എന്നാലും നമ്മളെ ഇത് ചെയ്യുന്നതൊക്കെ നല്ലതാണെന്നുള്ള മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. കുറെ നല്ല വശവും നല്ല ചീത്തവശവും ഒക്കെ പഠിച്ചത് നമ്മ ഹസ്ബൻഡിന്റെ അടുത്താണ്. ഹസ്ബൻഡിന്റെ ഇപ്പൊ ഇവിടെ പിന്നെ ഇതിലോട്ട് ഇറങ്ങിയിട്ടില്ല. എന്നാലും നമ്മളീ നെല്ലിക്കട്ട ഭാഗത്ത് ഒരു പെട്ടെന്നുള്ള ഒരു മരണം, ഒരു 5 മരണം പെട്ടെന്നായിരുന്നു, കുഴഞ്ഞു വീണിട്ടുള്ള ഒരു മരണമാണ്. അപ്പൊ ആ മരണത്തിന് ശേഷം എല്ലാവർക്കും വല്ലാത്തൊരു പേടി തോന്നി. അതിനുശേഷം ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ നിന്ന് അയക്കാതെ നടക്കുന്ന വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ്. മുമ്പാണെങ്കിൽ അത്ര വലിയ ഇതില് മറന്നു പോകും, കെട്ടാതിരിക്കും. പക്ഷെ ഒരു 5 മരണം എന്ന് പറഞ്ഞാല് നമുക്ക് തന്നെ ഒരു പേടി പൊടിച്ചു പോയി. ഒരു കുഞ്ഞിനെ മദ്രസയിലേക്ക് കൊണ്ടുപോയി മടങ്ങി വന്ന് ബാത്റൂമിൽ കയറിയപ്പോ കുഴഞ്ഞു വീണതാണ്. അപ്പൊ അത് കണ്ടതിന് ശേഷം ഇപ്പോ നമ്മളെ വീട്ടില് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവരും നല്ല പോലെ ഇത് നമ്മളെ ശരീരത്തിന് ആവശ്യമാണെന്നുള്ള സർക്കുലേഷനും ഓക്സിജൻ അളവും കറക്റ്റും കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു ശരിയാവില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിലിരിക്കുന്ന എല്ലാവരും നല്ല പോലെ ഇത് യൂസ് ആക്കുക, കൊടുത്തവരിലേക്ക് എത്തിച്ച് അവരോട് ഫോളോ അപ്പ് ചെയ്യുക, ഇത് ഉപയോഗിക്കാൻ പറയാ. അഥവാ എവിടെയെങ്കിലും കൊടുത്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന രീതി കറക്റ്റ് അല്ലായിരിക്കും. അതാണ് എല്ലാവരും പറയേണ്ടത്. ഉപയോഗിക്കുന്ന രീതി കറക്റ്റ് എങ്കിൽ അത് എന്തായാലും റിസൾട്ട് കിട്ടും. അഥവാ റിസൾട്ട് കിട്ടാൻ വൈകുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കും, ഫുഡ് സപ്ലിമെന്റിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കുമോ, അതിപ്പോ നമ്മളെ നിലവിൽ ഇറങ്ങുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്കിപ്പോ ഒരു കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട്. അതിലേക്ക് കണക്ട് ആയാൽ മതി, അവിടെ നമുക്കെല്ലാം കിട്ടും. അതൊക്കെയാണ് ഞാൻ ഇപ്പൊ പറയാറുള്ളത്. ഞാൻ ചെയ്യുന്ന മനസ്സിലാക്കിയിട്ടുണ്ടാവും തോന്നുന്നു. പിന്നെ ഇതിലാണ് ഞാൻ കൊടുത്തിടത്തുള്ള റിസൾട്ട് ഉണ്ട്. റിസൾട്ട് ഇല്ലായികൊന്നുമില്ല. ഏകദേശം 1-2 റിസൾട്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഉപയോഗിക്കുന്ന രീതി കറക്റ്റ് അല്ലായിരിക്കും. നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ലായിരിക്കും. വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ഇത് തിരിച്ചു തന്നാലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ പറയാറ്. പിന്നെ വേറെന്താണ്, അതാണ് എന്തായെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് നെഞ്ചോട് ചേർത്ത് ഞാൻ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ ഞാൻ തീരുമാനം. പിന്നെ ഇത് നല്ല പോലെ എല്ലാരോടും പറയുന്നുണ്ട്. പുറത്ത് പോയാലും എവിടെ പോയാലും ഇതിനെപ്പറ്റി തന്നെയാണ് പറയല്. ഒരു വ്യക്തിനെ വിഷമം കാണുമ്പോൾ ഞാൻ ഒരു ചെറിയൊരു തുകയാണെങ്കിൽ നമുക്ക് സഹായിച്ചു കൊടുക്കായിരുന്നു. അപ്പൊ ഇതിന്റെ പേരിൽ ഞങ്ങൾ ഒരു ചാരിറ്റി പോലെ ഒരു എന്താ പറയണ്ടേ, ചെറിയൊരു തുകയാണെങ്കിലും ഇതിൽ കിട്ടുന്ന ഓരോ ഒരു രൂപയാണെങ്കിലും നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ പുറത്ത് പോയാല് ഉമ്മാനും ഇപ്പൊ പുറത്ത് പോയാല് നമുക്കൊരു എന്ത് വേണമെന്നുള്ളത് ചോദിച്ച് അവർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എൻ്റെ വീട്ടിലില്ലാത്ത വലിയ ഹൈ ലെവലിലൊന്നും അല്ല, എന്നാലും ഇവിടെ ഇല്ലാത്ത ഓരോ സാധനങ്ങൾ ഇതിൽ കിട്ടിയ ഏർണിങ്സിൽ ഞാൻ വാങ്ങിച്ച് ഇത് ബയോട്ടോറിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് പറയാ, ഇതില് നല്ലൊരു ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ പറ്റിയത് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ മാത്രം കൊണ്ടാണ്. ഇത്രയൊരു വലിയൊരു
ജനക്കൂട്ടങ്ങളിലേക്ക് നമുക്കൊരു സംസാരിക്കാനും ഇങ്ങനെ ഒരു വേദി തന്നതും നമ്മളൊരു കഴിവ് നിങ്ങളെ പുറത്തെടുത്ത് കാസർഗോഡിലുള്ളവർ നല്ല ലീഡേഴ്സാണ്, അവർക്ക് നല്ല കഴിവുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഒരു പറയാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു വർഷം കഴിയുമ്പോൾ അതിലോട്ട് നല്ല പോലെ ശരിയായി വന്ന്. പിന്നെ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കിട്ടിയ റിസൾട്ടും ഞാനിരിക്കുന്ന ഒരു എനിക്ക് കിട്ടിയ റിസൾട്ടും ഞാൻ കൊടുത്ത ആൾക്ക് കിട്ടിയ റിസൾട്ടും അതെല്ലാം പോസിറ്റീവ് തന്നെയാണ്. എന്തായെങ്കിലും ഇത് നല്ലപോലെ മുന്നിലോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിറങ്ങിയിട്ട് കട്ടക്ക് നിൽക്കുന്ന സപ്പോർട്ടായ ലീഡേഴ്സ് ഉണ്ട്. സലീഫ് സാറാണെങ്കിലും വിജയ് സാറാണെങ്കിലും മൻസൂർ സാറാണെങ്കിലും ഖാസിം സാറാണെങ്കിലും പിന്നെ റുക്യ മാഡം, ജിബൈ മുഹമ്മദ്, എല്ലാവരും നല്ല പോലെ നമ്മളൊക്കെ സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ ആണെങ്കിൽ പ്രൊഡക്റ്റ് നമുക്ക് തികയാത്ത ഒരു രീതിക്കാണ് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാം പ്രാർത്ഥനയും സപ്പോർട്ടും നമുക്ക് ഉണ്ടാവണം. ഇതില് ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പിന്നെ ആർക്കെങ്കിലും സംസാരിക്കാം. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു.